ഒരു വ്യക്തിയെ മാന്യനാക്കുന്നത് അവന്റെ ജനനമാണോ അതോ മരണമാണോ? ഇത് സംബന്ധിച്ച് സുൽത്താന്റെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായി. ഈ തർക്കത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ കഴിയാഞ്ഞതിനാൽ ഇത് സംബന്ധിച്ച് ഇരുപക്ഷത്തിന്റെയും വാദം കേൾക്കാൻ സുൽത്താൻ ഒരു ദിവസം നിശ്ചയിച്ചു. വിദ്യാഭ്യാസവും പരിശീലനവുമാണ് ആവശ്യമെന്ന് വാദിക്കുന്ന പണ്ഡിതർ തങ്ങളുടെ ഭാഗം തെളിയിക്കുവാൻ തയ്യാറായി. മൃഗങ്ങളെപ്പോലും പരിശീലനത്താൽ മാന്യമാക്കാമെന്ന് അവർ വാദിച്ചു. അതിനായി ഒരു പൂച്ചയെയാണ് അവർ രാജസദസ്സിൽ എത്തിച്ചത്. ഒരു ട്രേയിൽ ഒരു കപ്പ് ചായ പൂച്ചയുടെ പക്കൽ നൽകി. പൂച്ച ശ്രദ്ധാപൂർവം ട്രേയുമായി സുൽത്താന്റെ അടുത്തേക്ക് നീങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ജനനം കൊണ്ട് മാത്രമേ ഒരാൾ മാന്യനാകൂ എന്ന് വാദിക്കുന്ന പണ്ഡിതർ തങ്ങൾ കൊണ്ടുവന്ന ചാക്കിൽ നിന്നും ഒരു എലിയെ പുറത്തുവിട്ടു. എലിയെ കണ്ടപാടെ പൂച്ച ചായപാത്രം വലിച്ചെറിഞ്ഞ് എലിയുടെ പിന്നാലെ ഓടി. അങ്ങനെ മറുവിഭാഗത്തിന്റെ വാദം പരാജയപ്പെട്ടു. പൂച്ചയ്ക്ക് വിദ്യാഭ്യാസവും പരിശീലനവും മാത്രം പോരായിരുന്നു, അതിന്റെ പ്രകൃതം തന്നെ മാറണം. ഒരു പാപിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ആവശ്യം. പാപത്തിന്റെ അഗാധതയിലേക്ക് പതിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും സ്വയം രക്ഷപ്പെടാനാവില്ല. നമ്മുടെ പാപത്തിന്റെ പ്രകൃതം മാറ്റുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. താൻ നഷ്ടപ്പെട്ടുപോയ ഒരു പാപിയാണെന്ന് സമ്മതിച്ച് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും.